നമ്മൾ മുഴുവൻ അടിക്കണം. അപ്പൊ നമുക്ക് ആ ഡാറ്റ ഷേപ്പും കാര്യങ്ങളെല്ലാം അതിൽ വരും. അതിന് നമ്മൾ ആ ബ്ലോക്ക് ചെയ്ത ലെൻസ് എടുത്തിട്ട് നമ്മൾ ഇതിൽ കട്ട് വെക്കും. നമുക്കിത് അതിൻ്റെ മൗണ്ടാണിത്, നമുക്ക് ലെൻസ് വെക്കാനുള്ള മൗണ്ട്. അപ്പം നമ്മളതിൽ കറക്റ്റായിട്ട് വെക്കുന്നു. എന്നിട്ട് നമുക്ക് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ, നമുക്ക് ഫസ്റ്റ് റൈറ്റ് നമ്മൾ വെക്കുന്നത് നമുക്ക് റൈറ്റിലോട്ടാക്കി. പിന്നെ ഫ്രെയിം ചൂസ് ചെയ്യുന്നതാണ്. ഫ്രെയിം ഏതാണ്, പ്ലാസ്റ്റിക്, ഇങ്ങനെ ലെൻസ് ചൂസ് ചെയ്യുന്നതാണ്. പ്ലാസ്റ്റിക് ആണോ, പോളിയാണോ, ഇൻഡെക്സ് ആണോ, ട്രൈവെക്സ് ആണോ, അങ്ങനെ ചൂസ് ചെയ്യുന്നതാണ്. അതിനടിയിൽ ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഫ്രെയിമിൻ്റെ ബെവല് സെലക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഫുൾ ഫ്രെയിം ആണോ, 3 പീസ് ആണോ, സൂപ്പർ ആണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ മെഷീൻ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അടിയിൽ നമുക്ക് ഗ്രൂവിൻ്റെ പേഴ്സൻറ്റേജ് കൊടുക്കുന്നതാണ്. നമുക്ക് എത്ര വേണം, നമുക്ക് ഓട്ടോയിൽ വേണോ, അതോ നമുക്ക് എത്ര 40 to 50 ആ റേഞ്ച് നമുക്ക് എങ്ങനെ വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മളതിൽ പേഴ്സൻറ്റേജ് ചൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഫ്രെയിമിൻ്റെ നോക്കിയിട്ട് നമ്മളൊരു ഇത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും. ഓട്ടോമാറ്റിക് ഡോർ വന്നിട്ട് അടയും. പല മെഷീനിലും പല ടൈപ്പാണ് വരിക. നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇത് റീഡ് ആവുന്നത് കാണാം. ഇത് ലെൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷേപ്പ് അതിൽ വരയ്ക്കുകയാണ്. അതിൻ്റെ ഫീലർ വന്നിട്ട് അതിൽ വരികയാണ്. അപ്പോൾ അത് ഫീലർ വരഞ്ഞതിന് ശേഷം അത് ഗ്രൈൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടാമത് ഏകദേശം ഷേപ്പിൻ്റെ അതുവരെ കട്ടായി. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി രണ്ടാമത് ഷേപ്പ് അതിൽ റീഡ് ആവുകയാണ്. അപ്പോൾ ഫൈനൽ സ്റ്റേജാണ് അത്. അപ്പോൾ ലാസ്റ്റ് വരുന്നത് നമ്മൾ ബെവലിൻ്റെ ഇതിലോട്ടാണ് വരുന്നത്. അപ്പോൾ കട്ടിങ് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്രെയിമിലോട്ട് ഇടുന്നതിന് മുന്നേ നമ്മൾ ഫ്രെയിമിന്റെ 4 സൈഡ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അതിന് സേഫ്റ്റി ബെവലിംഗ് പറയും. നമ്മൾ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാനുവലായിട്ട് ഗ്രൈൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രെയിമിലോട്ട് ഇടുന്നതാണ്. ഫ്രെയിം നമ്മൾ ആദ്യം ലൂസാക്കി അങ്ങനെ നമ്മൾ ഫ്രെയിമിലോട്ട് ഇട്ടു. അപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജും കാര്യങ്ങളും നമ്മളാണ്, ലെൻസിൻ്റെ തിക്നെസ്സും ഇത് നോക്കിയിട്ട് നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് കൊടുത്തിട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ ലെഫ്റ്റിലോട്ടാക്കി നമ്മൾ ലെഫ്റ്റ് ഐ കട്ട് ചെയ്യണം. ലെഫ്റ്റ് ഐ സെയിം തിക്നെസ് ആയതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഓപ്ഷൻ ഒന്നും ചേഞ്ച് വരുത്താനില്ല. അപ്പോൾ നമ്മൾ അതിൽ തന്നെ കട്ട് ചെയ്യണം. നേരെ സ്റ്റാർട്ട് കൊടുക്കും. അതിനുശേഷം ലെൻസ് കട്ട് ചെയ്യും. നമ്മൾ 2 ഐയും കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അതേപോലെ തന്നെ സൈഡ്